വയനാട് വിഷയത്തിൽ ഈ 3 ദിവസങ്ങൾക്ക് 4 ദിവസങ്ങൾക്ക് മുൻപ് കണക്ക് പുറത്തുവിടുന്നു. കണക്ക് പുറത്തുവിടുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് ആ ആപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവസാനം ആ ആപ്പിൽ കണ്ടത് 54 കോടി രൂപയുടെ കളക്ഷനാണ് എന്നൊരു ആരോപണം ഉന്നയിക്കപ്പെടുകയാണ്. അത് വ്യാജ സ്ക്രീൻഷോട്ടാണെന്ന് ഇപ്പുറത്ത് UDF പറയുന്നുണ്ട്. പക്ഷെ 54 കോടിയുടെ കണക്ക് അവസാനം ആ ആപ്പിൽ കണ്ടിരുന്നു എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അത് വ്യാജ സ്ക്രീൻഷോട്ടാണെന്നും അതിൻ്റെ പേരിൽ പ്രചാരണം നടത്തുന്ന ആളുകൾക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്നും UDF പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കോടതിയിൽ പോയി തെളിയിക്കേണ്ടതല്ല. ഞങ്ങളുടെ ആപ്പിൽ ഞങ്ങൾ 10 ലക്ഷം രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ആപ്പല്ലേ, അപ്പോൾ അത് എവിടെയാണ്? ആ ആപ്പിൻ്റെ അവസ്ഥ എന്താണ്? അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത്? അതിൽ ഇത്ര രൂപയാണ് പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് എന്ന കണക്ക് ബോധിപ്പിക്കേണ്ടത് സ്വാഭാവികമായും കോൺഗ്രസ്സാണ്. കോൺഗ്രസിന് അതിന് സാധിക്കുന്നില്ല. ഇപ്പോൾ ധനലക്ഷ്മി ബാങ്കിൽ കിടക്കുന്ന പണത്തെക്കുറിച്ച് ഇപ്പോൾ അവിടെയൊട്ട് പണവുമില്ല. കാരണം അവിടെ പിരിച്ചു കിട്ടിയ തുകയേക്കാൾ അധികം പണം ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ രണ്ടാമത്തെ വിശദീകരണം എന്ന് പറഞ്ഞത്. ഇനി സണ്ണി ജോസഫ് തന്നെ കഴിഞ്ഞ ദിവസം എത്ര കോടി രൂപയെന്നാണ് പറഞ്ഞത്? 5 കോടി രൂപയെന്നാണ് പറഞ്ഞത്. ഇന്ന് അദ്ദേഹം പറയുന്നത് എത്രയാണ്? ഏതാണ്ട് 6 കോടി രൂപ എന്നുള്ളതാണ്. അപ്പോൾ ഈ കോടിക്കൊന്നും ഈ നാട്ടിലൊരു വിലയില്ലേ? 1 കോടി രൂപയുടെയൊക്കെ വ്യത്യാസം വരികയാണ് 3 നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുമ്പോൾ. ഇത് ഇത് അവനവൻ കമ്മട്ടം വെച്ച് അടിച്ചുണ്ടാക്കുന്നൊന്നുമല്ലല്ലോ, നാട്ടുകാരിൽ നിന്ന് പിരിച്ച തുകയാണ്. അപ്പോൾ അതിൽ 1 കോടി രൂപയ്ക്കൊന്നും ഒരു വിലയില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇനി കഴിഞ്ഞ ദിവസം കെ റഫീക്ക് സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച, മാധ്യമങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്ത് സ്ഥലം വാങ്ങിയ തുക 6 കോടി രൂപയ്ക്ക് സ്ഥലം വാങ്ങിയെന്നാണ് പറയുന്നത്. സ്ഥലം വാങ്ങിയ തുകയെക്കുറിച്ച് അതിൻ്റെ രേഖകളിൽ പറയുന്നത് എത്രയാണ്? 3 കോടിയിലധികം രൂപയാണ്. 3,21,25,500 രൂപയാണ് അതിൻ്റെ രേഖകളിൽ പറയുന്നത്. അപ്പോൾ ഈ 6 കോടി എവിടുന്നാ? ഇനി 2 തവണയായിട്ടാണിത്. ഒരു തവണ 63 ലക്ഷവും രണ്ടാമത്തെ തവണ 2,54,00,000 രൂപയുമാണ് ചെലവ്. ഇതിലെന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ 6 കോടി എവിടുന്നാ? അപ്പോൾ 3.5 കോടിയാണ് ചെലവഴിച്ചതെങ്കിൽ ബാക്കിയുള്ള പണം എവിടെയാ? ആ കോടിക്കും വിലയില്ലേ എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. ഇനി ഈ സ്ക്രീൻഷോട്ട് സംബന്ധിച്ച് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവസാനമായി കണ്ടത് 54 കോടി രൂപയാണെന്ന് പറയുന്നു. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് CPMൻ്റെ CC പിരിച്ച തുകയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് മണിക്കൂറുകൾക്കകം CPM അത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോഴും കോൺഗ്രസ് അതിൽ പറയുന്നുണ്ട് പിരിച്ച തുകയാണ് ചോദിച്ചത്, കൊടുത്ത തുകയല്ല എന്ന്. ശരി, അതും വാദത്തിലെടുക്കാം. ഇതിപ്പോൾ പിരിച്ച തുകയോ കൊടുത്ത തുകയോ എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് വെക്കണം എന്നൊരു ആവശ്യമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഇനി പോട്ടെ, അന്ന് കോൺഗ്രസ് ഉന്നയിച്ചത്, ഈ സമയത്ത് അത് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, പക്ഷെ നോക്കൂ, അന്ന് കോൺഗ്രസ് പറഞ്ഞ 100 വീടിന്റെ കണക്ക് മാത്രമാണോ? അന്ന് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ 100 വീടും എന്നുള്ളത് മാത്രമാണോ? 100 വീട് മാത്രമല്ല, 50 കുടുംബങ്ങൾക്കുള്ള വീട്ടുപകരണങ്ങൾ സംഭാവന ചെയ്യുമെന്ന് പറഞ്ഞു. കൊടുത്തോ? ഇല്ല. മറ്റാരുണ്ട് LDF അല്ലാതെ?